ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ എപ്പോഴും ഓരോ പ്രേക്ഷകനെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതും ഒപ്പം വലിയ രീതിയിൽ സന്തോഷം നൽകുന്നതുമായ സിനിമകൾ തന്നെയാണ്. ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് സിനിമകൾ വരികയാണ്. മോഹൻലാലിൻ്റെ ആദ്യം എത്താൻ പോകുന്ന സിനിമ തന്നെയാണ് 27-ാം തീയതി വരാൻ പോകുന്ന എമ്പുരാൻ. കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ബസൂക്കയും എത്താൻ പോകുന്നു. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന 2 ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒറ്റയ്ക്ക് മമ്മൂട്ടി എത്തുമ്പോൾ കൂട്ടത്തോടെ മോഹൻലാൽ എത്തുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ 55,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ഇവിടെ ഒറ്റയ്ക്ക് മമ്മൂട്ടി വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയാണ് ഇതിനകത്തിൽ ഏക താരമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ബസൂക്ക എന്ന ചിത്രത്തിൽ. അതിനകത്തിൽ മറ്റു പ്രമുഖ നടന്മാരൊന്നുമില്ല. ഏകദേശം 5 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഡീൻ ഡെനു ഡെന്നീസിന് ഈ ഒരു സിനിമയിലേക്ക് എത്താനുണ്ടായിരുന്നത്. പിന്നീട് സിനിമ ചിത്രീകരിച്ച് കുറച്ച് നാളുകൾ പെട്ടിയിലിരുന്ന് അതിനുശേഷം തിരിച്ചെത്തുകയാണ് ബസൂക്ക എന്ന ചിത്രം. മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ നാളുകൾക്ക് മുമ്പ് വരുന്ന ഹൈപ്പോട് കൂടിയ ചിത്രമായി മാറുന്നു ബസൂക്ക. ഏറെക്കുറെ 25 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വമ്പൻ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ സിനിമ എത്തുന്നത്. ഒരു പരീക്ഷണ ചിത്രമായി എത്തുമ്പോൾ മലയാളിക്ക് സുപരിചിതമല്ലാത്ത ഒരു ഗെയിം ത്രില്ലർ ലെവലിലേക്ക് ഉള്ള ചിത്രം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സ്റ്റൈലിഷ് ലുക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം. മോഹൻലാലിൻ്റെതായി വരുന്ന ഈ എമ്പുരാനിൽ ഒരു പറ്റം സൂപ്പർ താരങ്ങളെ ഒരു കൊടിക്ക് പിന്നിൽ നിർത്തിക്കൊണ്ട് മോഹൻലാൽ എത്തുകയാണ്. മോഹൻലാൽ നയിക്കുന്ന സൂപ്പർ താരജാഥയ്ക്ക് പിന്നിലായി അണിനിരക്കുന്നു പൃഥ്വിരാജ്, അതേപോലെ തന്നെ ടൊവിനോ, അങ്ങനെ തുടങ്ങിയ വമ്പൻ താരനിര. ഇത് കൂടാതെ വിദേശ താരങ്ങൾ ഒട്ടനവധി എന്ന് തന്നെ പറയാം. മലയാള സിനിമയിൽ എണ്ണം തികഞ്ഞ സിനിമയാകാൻ എമ്പുരാൻ എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് മുരളി ഗോപിയും ഒപ്പം ഡയറക്ഷനിൽ അല്ലെങ്കിൽ ചിത്രങ്ങൾ സംയോജിപ്പിച്ച് മുന്നോട്ട് ആ ഒരു കാര്യം കൊണ്ടുപോയിരിക്കുന്ന പൃഥ്വിരാജുമാണ്. പൃഥ്വിരാജ് ഏത് റേഞ്ചിലേക്കും പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള അതിലെ താരനിര നോക്കുമ്പോൾ. അതായത് ഒട്ടുമിക്ക ഗംഭീര താരങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിലെ പോലും അഭിനേതാക്കളെ അണിനിരത്തി അല്ലെങ്കിൽ നായകനെ അണിനിരത്തിക്കൊണ്ട് വരുമ്പോൾ അതൊരു ഒന്നൊന്നര സംഭവമാവുകയാണ് മലയാള സിനിമയ്ക്ക്. എന്താണെങ്കിലും ഒറ്റയ്ക്ക് മമ്മൂട്ടി എത്തുമ്പോൾ കൂട്ടത്തോടെ മോഹൻലാൽ എത്തുമ്പോൾ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? 2 സിനിമയും അതിഗംഭീരമായ വിജയമാകട്ടെ. മോഹൻലാലിൻ്റെ സിനിമ വരുന്നത് വമ്പൻ ബഡ്ജറ്റിലാണ്, അതായത് മമ്മൂട്ടി സിനിമയുടെ 10 ഇരട്ടി ബഡ്ജറ്റിലാണ് എന്നുള്ളതാണ്. അതിനുള്ള സംഭവവുമായിട്ട് തന്നെയാണ് ആ സിനിമയും എത്താൻ പോകുന്നത്. ഒരു പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ KGF മുകളിൽ നിൽക്കുന്ന ചിത്രമായിരിക്കും. നമുക്കൊരു KGF വേണ്ട, അതിന് മുകളിൽ നിൽക്കുന്ന ചിത്രം വേണം. അതായിരിക്കും എമ്പുരാൻ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാത്തിരിക്കാം. ഇനിയും നിങ്ങൾ ആരുടെ ആരാധകനാണെങ്കിലും നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണ് എന്നുള്ളത് പറയാം. എന്താണെങ്കിലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. ഗ്രേറ്റ് മീഡിയാസ്.